നമുക്കേ ഇങ്ങോട്ട് നോക്കാം. വാ, ഇവിടേക്ക് നോക്കാം. വാ. അവരീ കാടിനുള്ളിൽ എവിടെയോ ഉണ്ട്. സംശയമൊന്നും വേണ്ട. കാർത്തിക്, സൂക്ഷിക്കണം. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. വാ. അച്ഛാ, ഈ ഗുളിക കഴിക്കേ. അതിന് എനിക്ക് രാത്രി കഴിക്കാനുള്ള ഗുളിക ഏതാണെന്ന് നിനക്കറിയാവോ? എനിക്കറിയാം. അർച്ചനയ്ക്ക് അറിയൂ. കവറിന്റെ പുറത്ത് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവനെന്താ കൊച്ചുകുട്ടിയാണോ അച്ഛാ? അച്ഛന്റെ മെഡിസിൻ എടുത്തു തരാൻ അവനറിയത്തില്ലേ? അത് ശരിയാവില്ല. ചില കവറിലെ ഗുളികകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. അത് നോക്കി എടുത്തു തരാൻ അർച്ചനയ്ക്ക് മാത്രമേ അറിയൂ. അച്ഛാ, ഇത് മാറിയിട്ടൊന്നുമില്ല. രാത്രി കഴിക്കേണ്ട ഗുളിക തന്നെ. വേണ്ട, നീ അതോടെ വെച്ചേക്ക്. ഞാൻ അർച്ചന വന്നിട്ട് കഴിച്ചോളാം. അച്ഛാ, രാത്രി കഴിക്കാനുള്ള ഗുളിക തന്നെയാ. കവറിലെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും വേണ്ട, അർച്ചന വരട്ടെ. അച്ഛൻ എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? അർച്ചന ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ അച്ഛൻ ഗുളിക കഴിക്കില്ലെന്നാണോ? അവൾ അങ്ങ് ചത്തുപോയാ നിന്റെ അച്ഛൻ ഗുളിക കഴിക്കുന്ന നിർത്തുവോ? അതോ മരുമോളുടെ കൂടെ ചാവുവോ? ഈ വീട്ടിലുള്ള വേറെ ആർക്കും ഒന്നും അറിയില്ലെന്നാ നിന്റെ അച്ഛന്റെ വിചാരം. ഇതൊക്കെ വേണമല്ലേ ഏട്ടത്തിക്ക് പഠിച്ചു വെക്കായിരുന്നു. അമ്മായി അച്ഛനെ പരിചരിക്കുന്നതേ ഇളയ മരുമകൾക്ക് മാത്രമല്ല, മൂത്ത മരുമകൾക്കും ആവാം. ആദ്യമൊക്കെ ഞാൻ തന്നെ അല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നെ. എന്റെ സ്ഥാനം അവള് തട്ടിയെടുത്തതാ. ഇനിയിപ്പൊ സ്വന്തം മോള് തന്നെ അത് ഏറ്റെടുത്ത് നടത്തുന്നതാ നല്ലത്. അയ്യോ വേണ്ടായേ, അല്ലെങ്കിൽ എന്റെ സ്ഥാനം ഇപ്പൊ ഔട്ട് ഹൗസിലാ. ഞാനില്ലേ. അച്ഛാ, മരുന്ന് കഴിച്ചില്ലെങ്കിൽ BP കൂടും. അത് മറക്കരുത്. ദാ, ഇത് കഴിക്കേ. കഴിക്കച്ചാ. അവിടെ ഇരിക്ക. അച്ഛാ, സമയം ഒരുപാടായി. പോയി കിടക്ക്. കിടന്നാലും ഉറക്കം വരില്ല മോളെ. ഇങ്ങനെ ഇരുന്ന് ഉറക്കം വെച്ച് വെറുതെ അസുഖമൊന്നും പിടിപ്പിക്കണ്ട. നേരം വെളുക്കുന്നതിന് മുമ്പ് അവരിങ്ങ് വന്നോളൂ. വാ അച്ഛൻ വാ. മനസ്സിനൊരു സമാധാനമില്ല മോളെ. അവർക്കെന്തോ ആപത്ത് പിണഞ്ഞ പോലെ ഉള്ളിലൊരു പേടി. മുൻപൊരിക്കലും എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നിനി കിടന്നാലും എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. മോള് പോയി കിടന്നോ. അവര് വരുന്നവരെ അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അതൊന്നും വേണ്ട. അച്ഛനെ വിളിച്ച് മുറിയിൽ കൊണ്ടുപോയി വിട്ടിട്ടേ വരാവൂന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് സന്ദീപ് വിട്ടത്. വെറുതെ എന്ന് വഴക്ക് കേൾപ്പിക്കില്ല അച്ഛാ. അച്ഛൻ വന്നേ, ഞാനല്ലേ വിളിക്കുന്നേ.
പറഞ്ഞില്ലേ ആ. എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട് കാല് നന്നായിട്ട് പെരുത്തിട്ടുണ്ടാവും. അപ്പൊ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഇവിടെ എവിടെയെങ്കിലും വീണിരുന്നെങ്കിലോ? വാ, ഞാൻ പിടിച്ചോളാം. ആ. മനസ്സിന്റെ ശക്തി ചോരുമ്പോഴാ ശരീരത്തിന് ബലം നഷ്ടപ്പെടുന്നത്. ഞാൻ ആകെ തളർന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പോയി കിടക്കാൻ. അച്ഛമ്മ വാ. ഈ പോക്ക് പോയാ മരുമകളെ ഓർത്ത് ഇയാൾക്ക് അറ്റാക്ക് വരുന്നാ തോന്നുന്നു. ഇങ്ങനെയുണ്ടോ ഒരു മരുമകൾ സ്നേഹം? ഇതിന് മാത്രം എന്ത് കൂടോത്രമാണാവോ അവൾ ഇയാൾക്ക് കൊടുത്തത്?